എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരങ്ങൾ. ഇന്ന് നമ്മൾ കർമ്മ സംബന്ധിച്ചുള്ള കാര്യങ്ങളെയാണ് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പേ എനിക്കൊരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് തോന്നുന്നു. അതാണ് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അതിന് പിന്നെ കർമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. അതായത് ഞാൻ ഒരു 10-38 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ലാസ്റ്റ് 5 ഇയേഴ്സാണ് പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്തത്. ബാക്കി എല്ലാ സമയവും ഞാൻ എപ്പോൾ MSc തീർത്തോ ആ വർഷം തന്നെ എനിക്ക് ജോലി കിട്ടി. അപ്പം തൊട്ട് 10-35 വർഷം തന്നെ ഞാൻ ടീച്ചറായിട്ട് തന്നെ പല ആദ്യം ഒരു വലിയ ചെന്നൈയിലെ ഒരു വലിയ ലീഡിങ് പ്രൈവറ്റ് സ്കൂളിലാണ് 10 വർഷം ജോലി ചെയ്തത്. അതിന് പിന്നെയാണ് KVയിൽ ചേർന്നത്. KVയിൽ ചേർന്നും ചെന്നൈയിലും കേരളത്തിലുമായിട്ട് പല KVസിൽ ട്രാൻസ്ഫറബിൾ ജോബ് ആയതുകൊണ്ട് പലതിലും പോയി. പിന്നെ ലാസ്റ്റ് 5 ഇയേഴ്സാണ് പ്രിൻസിപ്പളായിട്ടിരുന്നത്. അപ്പം അതുമാത്രമല്ല, ഈ കൊച്ചിലേ എനിക്ക് ടീച്ചിങ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പം എൻ്റെ അനിയത്തിക്ക് ഞാൻ സയൻസിൽ ക്വസ്റ്റ്യൻ ഇടും, അവൾ ആൻസർ എഴുതും, അതിനെ ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ എന്തോ എനിക്കൊരു ഭയങ്കര ഒരു പാഷനാണ്. അതായത് എൻ്റെ ലൈഫിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. അതുമാത്രമല്ല, ആരെന്ത് പറഞ്ഞാലും ദൈവം സഹായിച്ച് അതിനെ അവർ പറയുന്ന രീതിയിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആരെന്ത് സംസാരിച്ചാലും അവർ എന്ത് മനസ്സിൽ വിചാരിച്ച് സംസാരിക്കുന്നോ അത് അങ്ങനെ എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഉടൻ തന്നെ ഈ ടീച്ചിങ് ഒരു എൻ്റെ പാഷൻ ടീച്ചിങ് ആയതുകൊണ്ട് അത് തന്നെ അതേ രീതിയിൽ മറ്റവർക്കും എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ശക്തിയുണ്ട്. ഏതോ ദൈവം തന്ന ഒരു ഗിഫ്റ്റ്, അത്രയും ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ കഴിവെന്നോ എൻ്റെ സാമർഥ്യമെന്നോ ഒന്നും പറയുന്നില്ല ഞാൻ. ദൈവം തന്ന ഒരു ഗിഫ്റ്റ്. അപ്പം ഞാൻ റിട്ടയർ ആയപ്പം ഞാൻ വിചാരിച്ചു, ശരി, ഇത്ര വർഷം നമ്മൾ ഒരു ദിവസം കൂടെ മിസ്സാകാതെ, ഒരു അനാവശ്യമായിട്ട് ഒരു ലീവ് എടുക്കാതെ നല്ല രീതിയിൽ നമ്മൾ സർവീസ് ചെയ്തു. സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് നല്ല സപ്പോർട്ട്. ഞാൻ നന്നായിട്ട് പഠിപ്പിക്കും. ഓരോ കുട്ടികളുടെയും ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ കെയർ എടുക്കും. പേരൻറ്റ് ടീച്ചേഴ്സ് മീറ്റിങ്ങിലൊക്കെ എല്ലാ മീറ്റിങ്ങിലും ഞാൻ സംസാരിക്കും. പ്രിൻസിപ്പൽ സംസാരിച്ചതിന് പിന്നെ ഞാനായിരിക്കും പൊതുവേ ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ ചില പ്രോബ്ലമുള്ള കുട്ടികളുടെ അമ്മയച്ഛനെയും തന്നെ വിളിച്ച് ഞാൻ സംസാരിക്കും. അങ്ങനെയൊക്കെ എല്ലാവരുടെ കാര്യത്തിലും ഞാൻ ഇടപെടുന്നതുകൊണ്ട് എല്ലാവരുടെ അടുത്തുനിന്നും എനിക്ക് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻസിന് എന്നെ വലിയ കാര്യമാണ്. പേരൻസിന് എനിക്ക് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സും സപ്പോർട്ടിന് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പ്രിൻസിപ്പളും നല്ല രീതിയിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു, 2008 KV കടവന്തറയിൽ ജോലി ചെയ്യുമ്പോഴാണ് KV കടവന്തറയിൽ ഒരു 2001 തൊട്ട് 8 വരെ ഉണ്ടായിരുന്നു. ആ 7 വർഷം എന്നൊക്കെ പറയുന്നത് എൻ്റെ ഗോൾഡൻ പീരീഡായിരുന്നു. ഒരുപാട് ആക്ടിവിറ്റീസ് എനിക്ക് ചെയ്യാൻ പറ്റി. അതിനൊക്കെ എൻ്റെ ഈ പേരൻസിൻ്റെയും പ്രിൻസിപ്പളിൻ്റെയും മറ്റേ ടീച്ചേഴ്സിൻ്റെയൊക്കെ സപ്പോർട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. അതിൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പം ഞാൻ എന്തോ വിചാരിച്ചു, അപ്പം KV കടവന്തറയിൽ 2008 ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ബെസ്റ്റ് ടീച്ചർ അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് ടീച്ചർ അവാർഡ് എന്ന് വെച്ചാൽ ഒരു 1000 KVക്ക് മുകളിൽ ഉണ്ട്. അതിൽ ഒരു 75,000 ടീച്ചേഴ്സുണ്ട്. അതിലാണ് ഓരോ സബ്ജക്റ്റിനും ഓരോ ടീച്ചറെ അവർ സെലക്ട് ചെയ്യുന്നത്. ഓരോ കാറ്റഗറിയിലും ഓരോ ടീച്ചറെ സെലക്ട് ചെയ്യും. അങ്ങനെ ഈ KV എല്ലാം മിനിസ്ട്രി ഓഫ് HRD ന്യൂഡൽഹിയുടെ അടിയിലാണ് വരുന്നത്. അപ്പം 2008 ഞാൻ അപ്ലൈ ചെയ്തു. അത് 2008 ഒടുക്കം തന്നെ എനിക്ക് ബെസ്റ്റ് ടീച്ചർ അവാർഡ് കിട്ടി. അപ്പം HRD മിനിസ്റ്ററായിരുന്ന അർജുൻ സിംഗിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഡൽഹി പോയി ആ അവാർഡ് വാങ്ങിച്ചത്. അപ്പം ഇത്രയൊക്കെ നമുക്ക് ആളുകളുടെ സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ റിട്ടയറായി. പിന്നീട് സൊസൈറ്റിക്ക് നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പേ ഇപ്പം KV പട്ടത്തു നിന്നാണ് റിട്ടയർ ആയത്. അതിന് മുമ്പേ 2 വർഷം KV SAPയിലുണ്ടായിരുന്നു. അപ്പം ട്രിവാൻഡ്രത്ത് തന്നെ ഞാൻ സെറ്റിലാകാൻ തീരുമാനിച്ചു. സ്ഥലം വാങ്ങിച്ചിട്ടിരുന്നു നേരത്തെ. അവിടെ വീട് വെച്ചു.
അപ്പോൾ ഇവിടെ പെർമനൻ്റായിട്ട് ഇനി ഇവിടെ നോ മോർ ട്രാൻസ്ഫേഴ്സ്, അതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങ് സെറ്റിലാവാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചപ്പം ഞാൻ വിചാരിച്ചു സൊസൈറ്റിക്ക് നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചപ്പം ഞാൻ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ എന്തുവാ, കേരളത്തിലുള്ള ആൾക്കാർക്ക് എന്തുവാ വേണ്ടിയത് എന്നുള്ള ചിന്തിച്ചപ്പം ഞാൻ ബാംഗ്ലൂരിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇരുന്നിട്ടുണ്ട്, ചെന്നൈയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ, മൈസൂർ, ഞാൻ ഒരുപാട് ഓൾ ഓവർ ഇന്ത്യ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പം നമ്മുടെ അടുത്തുള്ള സ്റ്റേറ്റ്സിനോട് അപേക്ഷിച്ച് നോക്കുമ്പം കേരളത്തിൽ ഇംഗ്ലീഷ് കുറച്ച് പോരാ, ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ നമ്മൾ കുറച്ച് പിന്നോട്ടാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതായത് കേരളത്തിൽ 100% ലിറ്ററസി ഉണ്ട്. ഈ 100% ലിറ്ററസി എന്ന് പറയുന്നത് എല്ലാവരും 4ാം ക്ലാസ് വരെ മിനിമം പഠിച്ചിരിക്കും. അപ്പം മാതൃഭാഷയിൽ അവർക്ക് എഴുതാൻ അറിയാം, വായിക്കാനറിയാം, ന്യൂസ് പേപ്പറൊക്കെ വായിക്കും, അവരവരുടെ സൈൻ ഇടാനറിയാം. ഇത്രയൊക്കെയാണ് ഒരു 100% ലിറ്ററസി ഉള്ള ഒരു സ്റ്റേറ്റിൻ്റെ ആവശ്യങ്ങൾ. അത് നമുക്ക് ഉണ്ട്. അപ്പോൾ കേരളത്തിലാണ് 100% ലിറ്ററസി ഉള്ളത്. ഇപ്പോൾ ആർക്കും ഇങ്ങനെ തമ്പ് ഇംപ്രഷനൊന്നും ഇടേണ്ട കാര്യമില്ല, എല്ലാവർക്കും അവരവരുടെ പേരെഴുതാൻ അറിയാം, ഒരുപാട് പേര് ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പം 100% ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് ആണെങ്കിലും ഇംഗ്ലീഷിനെ സംബന്ധിച്ചവരെ കുറച്ച് പിന്നോട്ടാണ്. അതും ഇംഗ്ലീഷിലും എല്ലാവരും വായിക്കും, എല്ലാം കടന്ന് വായിക്കും, കണ്ട് എഴുതും. പക്ഷേ സ്വന്തമായിട്ട് എഴുതാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാനോ ഒരുപാട് പേർക്ക് കഴിയുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു കണ്ടെത്തലായിരുന്നു. പക്ഷേ കേരളത്തിൽ എല്ലാവരും അങ്ങനെയൊന്നും പറയുന്നില്ല, അങ്ങനെയൊന്നും എന്നെ തെറ്റിദ്ധരിക്കരുത്. പൊതുവേ മറ്റ് സ്റ്റേറ്റ്സ്, നമ്മുടെ നെയ്ബറിങ് സ്റ്റേറ്റ്സോട് കമ്പയർ ചെയ്യുമ്പം നമ്മൾ കുറച്ച് പിന്നോട്ടാ എന്ന് തോന്നി. അപ്പോൾ അതിനെ മാറ്റിയെടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങി തൈക്കാട്. അപ്പോൾ അതിൽ ഒരുപാട് പേര് വന്നു ചേർന്നു. സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾ, ജോലി ചെയ്യുന്നവർ. തൈക്കാട്ടിലൊക്കെ റെയിൽവേയുടെ ഓഫീസൊക്കെ ഉണ്ട്. അപ്പോൾ ഓഫീസിൽ നിന്നൊക്കെ പല ക്യാഡറിലുള്ള ആൾക്കാരും വന്നു, വീട്ടമ്മമാർ വന്നു, എല്ലാവരും വന്നു. നല്ല രീതിയിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം അതിന് പുറമെ കുറേ പേര് ഇങ്ങനെ വരും, ടീച്ചറെ എനിക്ക് ഒരാഴ്ചയിൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിച്ചു തരണം. എന്ത് പഠിച്ചിട്ടുണ്ട്? 10ാം ക്ലാസ് പാസ്സായില്ല, എന്നാലും അടുത്ത ആഴ്ച ഞാൻ ദുബായിക്ക് പോകുക, അതിന് മുമ്പേ എനിക്ക് പഠിപ്പിച്ചു തരണേ. അങ്ങനെയൊക്കെ ഉള്ളവരെയൊന്നും ഞാൻ എടുത്തിട്ടില്ല. എന്താ വെച്ചാൽ വെറുതെ അവർക്ക് ഒരു 5000 രൂപ ഫീസ് വാങ്ങിച്ച് ഒരു 10 ദിവസത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് അങ്ങനെ കളിപ്പീര് പരിപാടിയൊന്നും എനിക്ക് പറ്റുകയേയില്ല, ചിന്തിച്ച് നോക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇല്ല, ഈ സ്ഥലം അതിനല്ല, നിങ്ങൾ കുറഞ്ഞത് ഒരു വർഷം എൻ്റെ കൂടെ നിന്നാലേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഞാൻ പറയും. അങ്ങനെ ഒരുപാട് പേര് 1 വർഷം 2 വർഷം എൻ്റെ കൂടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിപ്പിക്കുമ്പോഴാണ് എനിക്കൊരു വലിയ ഒരു ഷോക്ക് കിട്ടിയത്. ഈ ഷോക്ക് എന്ന് പറയുന്നത്, അതായത് ഇവിടെ എന്തിനാ ടീച്ചറെ ഇസ് ഇടുന്നേ, അവിടെ എന്തിനാ വാസ് ഇടുന്നേ, രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസം? ഐ ഹാവ് എ കാർ, ഷീ ഹാസ് എ കാർ എന്ന് പറയുമ്പം ഐക്ക് എന്തിനാ ഹാവ് വരുന്നേ, ഷീക്ക് എന്തിനാ ഹാസ് വരുന്നേ? ഇങ്ങനെയൊക്കെ ആൾക്കാർ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് സംസാരിക്കാൻ എന്നൊക്കെ അവർ പറഞ്ഞപ്പം അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം പിടികിട്ടിയത്. ഗ്രാമറാണ് അവർക്ക് പ്രോബ്ലം. ഏതൊരു ഭാഷ എടുത്താലും ആ ഭാഷയിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഗ്രാമർ അറിഞ്ഞിരിക്കണം. ഗ്രാമർ അറിഞ്ഞില്ലെങ്കിൽ, ഇപ്പം മലയാളം നമ്മുടെ മാതൃഭാഷയാണ്, എന്നാൽ പോലും മലയാളത്തിൽ നല്ല രീതിയിൽ എഴുതണം, സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാമർ അറിഞ്ഞിരിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലയോ, ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത്. എനിക്ക് തമിഴും ഇംഗ്ലീഷും അറിയാം, പിന്നെ ഹിന്ദി ഞാൻ എക്സ്ട്രാ ആയിട്ട് ഞാൻ പഠിച്ചെടുത്തു. അപ്പം മലയാളം ഞാൻ സ്കൂളിൽ പോയി പഠിക്കാത്തതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കറിയാം നിങ്ങൾ സംസാരിക്കുന്ന മലയാളത്തിൻ്റെ അടുത്തൊന്നും എൻ്റെ മലയാളം വരത്തില്ല. എന്നുവെച്ചാൽ ഞാൻ വെറുതെ വീട്ടിൽ സംസാരിക്കുന്ന മലയാളമേ അറിയാവൂ. വലിയ വലിയ വാക്കുകളൊന്നും എനിക്ക് മലയാളത്തിൽ ഉപയോഗിക്കാനേ അറിഞ്ഞൂടാ. ഇപ്പം തന്നെ ഈ വീഡിയോ ഒക്കെ ഇടുമ്പം ചില വാക്കുകളൊക്കെ ഇംഗ്ലീഷിലുള്ളത് ഞാൻ ഗൂഗിളിലിട്ട് നോക്കും. എനിക്ക് ശരിയെന്ന് തോന്നിയാൽ അത് ഞാൻ മലയാളത്തിലൊക്കെ എഴുതി വെച്ച് ഞാനത് പറയുന്നുണ്ട്. പക്ഷേ എന്തായിരുന്നാലും ഒരു ലാംഗ്വേജ്
ആദ്യം തൊട്ട് ഗ്രാമർ സഹിതം നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ആ ലാംഗ്വേജ്, ആ ഭാഷ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. അപ്പം ഇവർക്കെല്ലാം ഈ ഗ്രാമർ അറിയാത്തതുകൊണ്ടാണ് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് വരാത്തേ അതൊരു കാരണം. പല കാരണങ്ങളുണ്ട്, അതിൽ ഇതും ഒരു കാരണം. അപ്പം ഞാൻ അവരടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല, അപ്പോൾ നിങ്ങൾക്ക് ഗ്രാമർ പറഞ്ഞുതരാം, കുറച്ച് പറഞ്ഞുതരാം, അതിനേറ്റ പോലെ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് കൊണ്ടുവരാം. അവരെല്ലാവരും ഓക്കെ പറഞ്ഞു. അങ്ങനെ 2 വർഷം 3 വർഷം എൻ്റെ കൂടെ നിന്ന് പഠിച്ചവരൊക്കെ ഒരുവിധം നല്ല രീതിയിലായി. അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ കൊറോണയുടെ ലോക്ക്ഡൗൺ വന്നതോടുകൂടി ഞാൻ ഒരു സ്ഥലം വാടകയ്ക്കെടുത്താണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. 20,000 രൂപ ഒരു മാസം വാടക. തൈക്കാട് ഒരു സ്ഥലത്താണ്, ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ് എടുത്തിരുന്നത്. അപ്പം അത് ലോക്ക്ഡൗണിൽ ചെയ്യും. അപ്പം കുറേ സാധനങ്ങൾ അവിടെ അതിനുവേണ്ടി ഞാൻ ശേഖരിച്ച് വെച്ചിരുന്നു, പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ. അപ്പോൾ ആ സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുവന്നു. അല്ലാതെ പ്രൊജക്ടറും കാര്യങ്ങളും എല്ലാം വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം എൻ്റെ മെറ്റീരിയൽസ്, ഞാൻ കളക്ട് ചെയ്ത മെറ്റീരിയൽസ് കണ്ട് എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ, എൻ്റെ മക്കളും മകനും മരുമകളും എല്ലാവരും പറഞ്ഞു, ഇത്രയും മെറ്റീരിയൽസ് വെറുതെ കളയരുത്, ഇതിനെ അമ്മ ഒരു ബുക്കായിട്ട് എഴുതണം എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ഞാൻ എൻ്റെ ക്ലാസ്സിൽ വരുന്നവർക്ക് കുറേശ്ശെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സ്പൈറൽ ബൈൻഡൊക്കെ ചെയ്ത് ചെറിയ ഹാൻഡ് ബുക്കായിട്ടാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. അത് കണ്ടിട്ട് തന്നെ എൻ്റെ റിലേറ്റീവ്സ് പറഞ്ഞു, ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്, പക്ഷേ ഇത് വേറെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ അവരുടെ പേരിൽ ബുക്കായിട്ടാക്കും, കാശും ഉണ്ടാക്കും. അതുകൊണ്ട് എത്ര വേഗം നോക്കുമോ അത്രയും വേഗം ഇത് ബുക്കാക്കണം, ബുക്ക് എഴുതണം, പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. ശരി, കൊറോണ പീരീഡിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്നു. അതുകൊണ്ട് ഞാൻ അതെല്ലാം പിന്നെ ചിട്ടപ്പെടുത്തി അടുക്കി വെച്ച് ഒരു ബുക്കായിട്ട് എഴുതി ഞാൻ തന്നെ ടൈപ്പ് ചെയ്തു, ഞാൻ തന്നെ എഡിറ്റ് ചെയ്തു. ഇപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ ഞങ്ങൾക്ക് ടീച്ചറായിട്ടിരിക്കുമ്പോഴേ KVയിൽ നല്ല ട്രെയിനിങ് തന്നിട്ടുള്ളതുകൊണ്ട് അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ അറിയാം. പിന്നെ അറിയാൻ വയ്യാത്തതിന് എനിക്ക് എൻ്റെ കൂടെ പഠിച്ച ഒരു വീട്ടമ്മ, മിനി എന്ന് പറയും, നല്ല ഒരു സ്ത്രീയാണ്. ടീച്ചർ എന്ന് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിട്ടിരിക്കും. നല്ല ഒരു ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ്. ഇപ്പോഴും എന്നെ ടീച്ചറിനാണ് വിളിക്കുന്നത്. പക്ഷേ അവരുടെ അമ്മ, ഹസ്ബൻഡ്, മക്കൾ എല്ലാവരും ഞാൻ വീട്ടിൽ പോകും, ചിലപ്പോൾ അവർ വരും, അങ്ങനെയൊക്കെ നല്ല ഒരു കുടുംബമാണ്. അപ്പോൾ മിനി എനിക്ക് ഒരുപാട് ടൈപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അവർ ടാലിയൊക്കെ വീട്ടിൽ പഠിപ്പിക്കും. അപ്പോൾ ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യും. അപ്പോൾ ഈ ടേബിളൊക്കെ ഇടുമ്പം, ലൈനൊക്കെ ഇടുമ്പോൾ എനിക്ക് അത്ര വരത്തില്ല. അതുകൊണ്ട് അതൊക്കെ മിനി എനിക്ക് ചെയ്തു തന്നു. അതുപോലെയാണ് ഇപ്പോൾ എൻ്റെ വീഡിയോഗ്രാഫർ വിഷ്ണു മഹാദേവ് എന്ന് പറഞ്ഞ്, ആ പയ്യനും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നതാണ്. അവൻ എഡിറ്റിംഗ് പഠിക്കാൻ പോയ സ്ഥലത്ത് ഈ വലിയ ആൾക്കാരെല്ലാം ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു, ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുന്നു. അവർ പറയുന്നത് എങ്ങനെയോ തട്ടിമുട്ടിയും മനസ്സിലാക്കാൻ പറ്റുന്നു, പക്ഷേ ഒറ്റ വാക്ക് വായിന്ന് വരുന്നില്ല ടീച്ചറെ, എനിക്ക് വലിയ നാണക്കേടായിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ കൊച്ചനും പഠിക്കാൻ വന്നത്. ഇന്ന് വരെ അവൻ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഉടനെ എന്നെ വിളിച്ച് ചോദിക്കും, ഇതെന്താ, അതിൻ്റെ അർത്ഥം എന്തുവാ, ഇതെന്താ പറയാത്തതെന്നൊക്കെ. അങ്ങനെ ഇവർ രണ്ടുപേരുമാണ് എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടിരുന്നതിൽ അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കൂടെ നിൽക്കുന്നത്. എനിക്ക് ഒരുപാട് സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെ ഞാനായിട്ട് ഒരു ബുക്ക് എഴുതി, ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞ്. പിന്നെ അത് ചെന്നൈയിലുള്ള ഒരു പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് കൊടുത്ത് അത് പബ്ലിഷ് ചെയ്തു. പിന്നെ അബണ്ടൻസ് പബ്ലിക്കേഷൻ എന്ന് ഞാൻ തന്നെ ഒരു ഫേം തുടങ്ങി. പിന്നെ ഈ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മെറ്റീരിയലെല്ലാം വെച്ച് ലെറ്റർ സ്റ്റോക്ക് എന്ന് വേറെ ഒരു ബുക്ക് എഴുതി. അങ്ങനെ 2 ബുക്ക് എഴുതി. ഈ 2 ബുക്കും മുതിർന്നവർക്കാണ്, അഡൽസിനാണ്. കുറച്ച് ബേസിക്കായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഇത് വെച്ച് പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ എൻ്റെ മരുമോന് ഈ സ്കൂളുകളിലാണ് ഈ സോഫ്റ്റ്വെയർ കൊടുക്കുന്നത്, സ്മാർട്ട് ക്ലാസ് ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു. അപ്പം മോൻ പറഞ്ഞു, അമ്മ ഈ വലിയ 2 ബുക്കും സ്കൂളുകളിൽ പ്രയോജനപ്പെടത്തില്ല, ഇതിനെ ചെറുതാക്കി ചെറിയ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന പോലെ. അപ്പം ഞാൻ വിചാരിച്ചു, ക്ലാസ്സിൽ ഗ്രാമറും സ്പോക്കൺ ഇംഗ്ലീഷും പഠിപ്പിക്കണമെങ്കിൽ 1 തൊട്ട് 8 വരെയേ ഉള്ളൂ. 9ാം ക്ലാസ് തൊട്ട് സിലബസ് ഹെവിയാണ്. അവിടെ പോയി ഇസിനും വാസിനും അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരു ടീച്ചർക്കും സമയമില്ല, അത് നടക്കത്തുമില്ല. അപ്പം ശരി, ഇത്രയും വലിയ 2 ബുക്കിനെ നമ്മൾ 1 to 8 ആയിട്ട് പിരിക്കാമെന്ന് പറഞ്ഞ് ഓരോ ബുക്കിലും ഫസ്റ്റ് ഹാഫ് ഗ്രാമർ, സെക്കൻഡ് ഹാഫ് സ്പോക്കൺ ഇംഗ്ലീഷ്. അത് ഫസ്റ്റ് ഹാഫ് ഗ്രാമർ പറഞ്ഞതിൻ്റെ കാരണം, ഗ്രാമർ പഠിച്ചില്ലെങ്കിൽ ആ സ്പോക്കൺ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. അതുമാത്രമല്ല, അത് കാണാപ്പാഠം പഠിക്കാൻ ഒക്കത്തില്ല. ഓരോ സിറ്റുവേഷനിലും ഓരോരുത്തർ എന്ത് സംസാരിക്കുന്നോ, എന്ത് ചോദ്യം ചോദിക്കുന്നോ, അതിനേറ്റ പോലെ നമുക്ക് തിരിച്ച് ബദൽ പറയാൻ അറിയണം, അതിനേറ്റ പോലെ ഉത്തരം പറയണം.
അപ്പം അതൊക്കെ നമുക്ക് ഏതൊന്നും കാണാപ്പാടം പഠിക്കില്ല. പശു എന്തോ പേപ്പറിലുള്ള പശു പുല്ല് തിന്നത്തില്ല എന്ന് പറഞ്ഞ പോലെ അത് വെറുതെ ബുക്കിൽ എഴുതി വെച്ചുകൊണ്ടോ വെറുതെ കാണാപ്പാടം പഠിച്ചുകൊണ്ടോ നമുക്ക് നടക്കത്തില്ല. അങ്ങനെ 1 to 8 വേറെ ഒരു സെറ്റ് ബുക്സ് എഴുതി. ക്ലാസ് 1 to 8 എന്ന് പറയുന്നത് ഗ്രാമറും സ്പോക്കൺ ഇംഗ്ലീഷുമായിട്ട്. അങ്ങനെ ആകെ മൊത്തം ഒരു 10 ബുക്ക് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് എൻ്റെ മരുമോന് മറ്റേ സോഫ്റ്റ്വെയറൊക്കെ കൊടുക്കുമ്പം കുറേ സ്കൂളുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്കൂളുകളിൽ കുറേ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലും കേരളത്തിലും കുറേ പേര് ആ ബുക്കുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 1 to 8 ഒക്കെ അവർ ബൾക്ക് ഓർഡർ കൊടുത്ത് അവരുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനെ എൻ്റെ ബുക്ക് വാങ്ങിച്ച സ്കൂളുകളിൽ ഞാൻ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പം ടീച്ചേഴ്സിനെ റെഡിയാക്കിയാലേ ഈ ബുക്കുകളെ എങ്ങനെ പഠിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാലേ അവർക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ ഞാനാണ് ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ എഴുതിയത് ബുക്ക്. അപ്പോൾ എനിക്കേ അറിയാവൂ അത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന്. അത് നമുക്ക് ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുത്താലേ അവർ നല്ല രീതിയിൽ കുട്ടികളെടുത്ത് കൊണ്ട് ചേർക്കത്തുള്ളൂ. അങ്ങനെ ഇപ്പം തമിഴ്നാട്ടിൽ കൂടുതലും ഈ കന്യാകുമാരി, നാഗർകോയിൽ, തിരുനെൽവേലി വരെ, മധുര വരെ ഒക്കെ ഉള്ള സ്കൂളുകളിൽ എൻ്റെ ബുക്സ് എടുത്ത സ്കൂളുകളിലൊക്കെ എനിക്ക് ടീച്ചേഴ്സിനെ ട്രെയിനിങ് കൊടുക്കാൻ പോകണം. തമിഴ്നാട്ടിൽ ഏപ്രിലിൽ ടീച്ചേഴ്സ് വർക്കിംഗ് ആണ്. അവിടെ മെയ്യിൽ അഗ്നി നക്ഷത്രം വരും. അപ്പം ഗവൺമെൻറ് ഓർഡർ ഇടും ഒരു സ്കൂളിലും ആരും വന്ന് വർക്ക് ചെയ്യരുതെന്ന്. അപ്പം ഏപ്രിൽ വരെ എൻഡ് വരെ ടീച്ചേഴ്സ് വരും, മെയ്യിൽ അവർക്ക് ലീവാണ്. അതേസമയത്ത് കേരളത്തിൽ ഏപ്രിലിൽ ലീവാണ്. എന്നുവെച്ചാൽ ഇപ്പോഴാണ് നമുക്ക് ചൂട് കൂടുതൽ. മെയ്യിൽ ടീച്ചേഴ്സിനെ സ്കൂളിൽ വിളിക്കും. പല വർക്ക്ഷോപ്സും പല കാര്യങ്ങളുമൊക്കെ അവർ ചെയ്തു ട്രെയിനിങ് ഒക്കെ കൊടുക്കും. അങ്ങനെ ഇപ്പം എനിക്ക് നാളെയോ മറ്റന്നാൾ തൊട്ട് തമിഴ്നാട്ടിലുള്ള സ്കൂളുകളിലെല്ലാം 2-3 ദിവസം ഫ്രീ ആയിട്ട് പോയി ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കണം. പിന്നെ മെയ്യിൽ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ആകുമ്പം കേരളത്തിൽ ടീച്ചേഴ്സിനൊക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയൊക്കെ ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് പോകുമ്പം സ്റ്റേ ചെയ്യുമ്പോഴും വേറെ സ്ഥലങ്ങളിലൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ എനിക്ക് ഈ വീഡിയോസ് എൻ്റെ വീട്ടിലിരുന്ന് എടുക്കുന്ന പോലെ പറ്റത്തില്ല. ഇപ്പം വിഷ്ണു ദുബായിക്ക് പോയ പിന്നീട് എൻ്റെ മോളാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റിംഗ് ചെയ്യുന്നതും. ഞാൻ പിന്നെ അങ്ങ് അപ്ലോഡ് ചെയ്യും. അപ്പം ഈ സാഹചര്യത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നതുകൊണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ എന്തായിരുന്നാലും വീഡിയോ ഇടുന്നത് നിർത്താൻ പോകുന്നില്ല, പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം നിങ്ങൾക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനിമേലെ തിങ്കളാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച അങ്ങനെ 3 ദിവസങ്ങളിൽ 8 മണിക്ക് തന്നെ രാവിലെ ഇടും. കുറച്ച് നാളങ്ങനെ പോട്ടെ. ഇപ്പം ടീച്ചേഴ്സ് ട്രെയിനിങ് ഏപ്രിലും മെയ്യിലും സെക്കൻഡ് വീക്ക് വരെ പോകും. പിന്നെ വേറൊരു കാര്യം, മെയ് 20-ാം തീയതി തൊട്ട് ഞാനും എൻ്റെ കൊച്ചുമോളും ജപ്പാനിൽ പോവുകയാണ്. അപ്പം ജപ്പാനിൽ പോയാൽ തിരിച്ച് ജൂൺ 30-നെ വരത്തുള്ളൂ. അപ്പോഴും എനിക്ക് ഇടാൻ പറ്റും. എന്നു വെച്ചാൽ അവിടെ പോയാൽ എൻ്റെ മോൻ ചെയ്യും. ഇവിടെ മോൾ ചെയ്യുന്ന പോലെ അവിടെ മോന് സഹായിക്കാൻ പറ്റും. അവൻ എഡിറ്റിങ്ങും ഒക്കെ ചെയ്യും, ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഒക്കെ ചെയ്യും. അപ്പം അവിടെ ഈ ട്രെയിനിങ്ങിനൊന്നും പോകണ്ടല്ലോ. അതുകൊണ്ട് വീണ്ടും ഞാൻ ദിവസം ഒക്കുന്നവരെ ഞാൻ ഇടാൻ വെക്കും. അപ്പം മൺഡേ ടു ഫ്രൈഡേ ഇടാം. സാറ്റർഡേ സൺഡേ ഞങ്ങൾ വെളിയിൽ പോകുമ്പം അത് ഒഴിവാക്കാം. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണമെന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ഞാൻ സംസാരിച്ചത്. അപ്പം ഇനി കുറച്ച് നാളത്തേക്ക്, പിന്നെ അവിടുന്ന് പോയിട്ട് വന്നേ പിന്നീട് നമുക്ക് ഒക്കുന്നവരെ നമുക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് ഇനി നമുക്ക് കുറച്ച് നാളത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി എല്ലാവരും നിങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ട് എനിക്ക് വേണം. നമ്മൾ ഒന്നിന്ന് മാറി നിൽക്കാൻ പോകുന്നില്ല, ഈ രീതിയിൽ തന്നെ നമ്മൾ തുടരും. ഓക്കെ, നന്ദി അതിന്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എത്ര വിധമായിട്ടുള്ള കർമാക്കളുണ്ട്. അതായത് ഇംഗ്ലീഷിൽ പറയാൻ പോയാൽ ടൈപ്സ് ഓഫ് കർമ്മ, ഏതേത് രീതിയിലുള്ള കർമാക്കളുണ്ട് എന്നുള്ളത്. അതിൽ കുറച്ച് ഒക്കുന്നവരെ ഞാൻ ഇന്ന് നോക്കാം. ബാക്കിയുള്ള അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഇതിൽ മെയിനായിട്ട് എങ്ങനെയൊക്കെ നമ്മൾ തരംതിരിക്കുന്നു എന്നുള്ളത് വെച്ചാണ്. ഒരു രീതിയിൽ തരംതിരിക്കുമ്പം ഈ കർമാസിനെ 3 വിധമായിട്ട് പിരിക്കാം. പൊതുവേ പറയാൻ പോയാൽ കർമ്മ എന്ന് വെച്ചാൽ നമ്മുടെ നടപടികൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ കർമ്മയിൽ 2 രീതിയേ ഉള്ളൂ. എന്തുവാ? നല്ല കർമ്മ, കെട്ട കർമ്മ. അതിൻ്റെ ഇടയിൽ വേറൊന്നുമില്ല. ഒരേ കർമ്മയിൽ 50% ഗുഡ് 50% ബാഡ് അങ്ങനെയൊന്നുമില്ല. ഗുഡ് കർമ്മ, ബാഡ് കർമ്മ, അല്ലെങ്കിൽ പോസിറ്റീവ് കർമ്മ, നെഗറ്റീവ് കർമ്മ, അത്രയേ ഉള്ളൂ.
ഒന്നേ നല്ലത് അല്ലെങ്കിൽ ചീത്ത, അത്രയേ ഉള്ളൂ. അപ്പം ഈ ഗുഡ് ആൻഡ് ബാഡ് കർമ്മയിൽ തന്നെ ഈ എങ്ങനെ 3 രീതിയിലായിട്ട് പിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒന്ന് സഞ്ചിത കർമ്മ. ഈ വേർഡ്സ് എല്ലാം ഞാൻ ടാഗിലിടാം. സഞ്ചിത കർമ്മ. സഞ്ചി എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്തുവാ? ബാഗ്, പൈ. അപ്പോൾ ഈ ലാഫിംഗ് ബുദ്ധ തോളത്ത് ഒരു വലിയ ഒരു ചാക്കുമുട്ട ഇട്ടുകൊണ്ട് നടക്കത്തില്ല, ഇരിക്കുന്ന പോലുണ്ട്. അതുപോലെ ഈ സഞ്ചിത കർമ്മ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എത്ര ജന്മങ്ങൾ എടുത്തോ അത്രയും ജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കർമാക്കളെ ഒന്നിച്ചിടുന്നതിൻ്റെ പേരാണ് സഞ്ചിത കർമ്മ. ഓക്കെ, അതായത് ഇപ്പം ഒരാൾ ഒരു 400 ജന്മങ്ങളെടുത്തു എന്ന് വെച്ചോണം. 400 300 200 ജന്മങ്ങളെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മനുഷ്യജന്മം, അനിമൽസായിട്ടും പ്ലാന്റ്സായിട്ടും നമ്മൾ റോക്കായിട്ടും മലയായിട്ടും കല്ലായിട്ടും മണ്ണായിട്ടും ഒക്കെ ഇരുന്നതൊക്കെ വേറെ, അതൊക്കെ വേറെ. മനുഷ്യജന്മം, ഹ്യൂമൻ ഇൻകാർണേഷൻ, മനുഷ്യജന്മങ്ങൾ എത്ര ജന്മങ്ങളെടുത്തോ, നമ്മൾ നേരത്തെ സോൾ ഡെവലപ്മെൻറ്റൊക്കെ കണ്ടിട്ടുണ്ട് ഇല്ലയോ? അതായത് ഇൻഫൻറ്റ് സോള്, ബേബി സോള്, യങ് സോള്, അങ്ങനെയൊക്കെ. അപ്പം അതിലൊക്കെ കൂടെ എത്ര ജന്മങ്ങൾ റഫായിട്ട് ഇതിൽ ഒരു കാര്യമുണ്ട്. 100 ജന്മം എടുത്തവൻ ഇൻഫൻറ്റ് സോള്, അങ്ങനൊന്നും കണക്ക് പറയാനൊക്കത്തില്ല. ഇതിൽ ഒന്ന് വെട്ടൊന്ന് തുണ്ട് രണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നുവെച്ചാൽ ഓരോ സോളും അതിൻ്റെ ജേണി അത് പഠിക്കുന്ന പാഠങ്ങൾ വെച്ചാണ് അതിൻ്റെ മെച്യൂരിറ്റി എത്ര ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പം അന്നേ ഞാൻ പറഞ്ഞു, ഈ നമ്പർ പറയുന്നതൊന്നും നമ്മൾ കറക്റ്റായിട്ട് എടുക്കരുത്. ജസ്റ്റ് ഒരു ഒത്തു നോക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതേ ഉള്ളൂ. ഇപ്പം ഒരു ആത്മാവ് 400 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ 400 ജന്മങ്ങളിലും ചെയ്തു കൂട്ടിയ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കർമാസിനെ ഒരു വലിയ സഞ്ചിയിലിട്ട് വയ്ക്കുന്നു. അതിനെ നമ്മൾ മുതുകത്ത് ഭാരമായിട്ട് തൂക്കിക്കൊണ്ട് നടക്കുന്നു എന്ന് വെച്ചോണം. അതാണ് സഞ്ചിത കർമ്മം. ഓക്കെ, അപ്പം അത് മനസ്സിലായി കാണും. രണ്ടാമത് പ്രാരാബ്ധ കർമ്മ. ഈ പ്രാരാബ്ധം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വീട്ടിൽ കാഷ്വലായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. അവൻ്റെ പ്രാരാബ്ധം, എന്ത് ചെയ്യാനാ, അവൻ്റെ പ്രാരാബ്ധം. ഈ പ്രാരാബ്ധം എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് വെച്ചാൽ, ഈ സഞ്ചിത കർമ്മയിലുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, വലിയ ഒരു സഞ്ചിയാണത്. ഓക്കെ, അതിൽ പോസിറ്റീവ് കർമ്മയ്ക്ക് നമ്മൾ സുഖിക്കും, നെഗറ്റീവ് കർമ്മയ്ക്ക് കഷ്ടപ്പെടും. അങ്ങനെയാണ് ആ കർമ്മയുടെ കണക്ക് തീർക്കുന്നത്. അപ്പം നമ്മൾ സുഖിച്ചാലും കഷ്ടപ്പെട്ടാലും ഈ സഞ്ചിത കർമ്മയിലുള്ള എല്ലാ കർമ്മൻ്റെയും കണക്ക് ഒരു ജന്മത്തിൽ തീർക്കാൻ പറ്റൂല. എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ ചെയ്തു കൂട്ടിയ നല്ലതും ചീത്തയും, പാവങ്ങളെന്ന് മാത്രം ഞാൻ പറയത്തില്ല, നല്ലതും ചീത്തയും, അതായത് പോസിറ്റീവ് നെഗറ്റീവ്. കുറേ പുണ്യകാര്യങ്ങൾ ചെയ്ത് കാണും, കുറേ തെറ്റുകൾ ചെയ്ത് കാണും, ഇല്ലേ? അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഒറ്റ മനുഷ്യജന്മം എടുത്ത് സഫർ ചെയ്ത് ഞാൻ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സുഖിച്ച് അതിനെ തീർക്കാം, കർമ്മ കണക്ക് തീർക്കാം എന്ന് ആരെ കൊണ്ടും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കർമ്മ ചെയ്യുമ്പം വീണ്ടും നമ്മൾ ഈ പുനരഭിജനനം, പുനരഭിമരണം എന്നുള്ള ഈ സൈക്കിളിൽ കിടന്ന് പാടുപെടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് മൈൻഡ്ഫുള്ളായിട്ടിരിക്കണം, അവയർനെസ്സോടെ ഇരിക്കണം. എന്താ വെച്ചാൽ മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ കർമ്മ നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ മൈൻഡ്ഫുൾനെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞ്. ഓരോ കാര്യം, ഒരു ചുണ്ടുവിരലിങ്ങനെ നിവർത്തിയാലും അതിനെ മടക്കിയാലും അതും ഒരു കർമ്മ തന്നെയാണ്. അപ്പോൾ അതിൽ എത്ര നന്മയുണ്ട്, എത്ര ചീത്തയുണ്ട്. ആരെങ്കിലും ഒരാളെ പോയി ഇങ്ങനെ കൈ ചൂണ്ടി കാണിക്കുന്നത് കൂടെ തെറ്റാണ്. കൈ ചൂണ്ടി കളിയാക്കുക, ഊയാക്കുക, അത് കൂടെ ആ ആളിനെ മനസ്സ് നോവിപ്പിക്കുന്നതായിട്ടുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് കർമ്മയാണ്. അപ്പം ഈ പ്രാരാബ്ധ കർമ്മ എന്ന് പറയുന്നത് നമ്മളുടെ സോൾ പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട്, ഇനിയും ഒരുപാട് നോക്കാനുണ്ട്. അപ്പോൾ ഈ സോൾ പ്ലാനിങ്ങിൽ എന്ത് ചെയ്യും, ഈ ആത്മാവ്
ഞാൻ പറഞ്ഞില്ലയോ ആദ്യം മരിച്ച് ആത്മാവ് മേളിൽ പോകുമ്പോൾ ഈ ഇരുട്ടത്തൂടെ പോകും, പിന്നെ വെളിച്ചത്തൂടെ പോകും, പിന്നെ 3D സിനിമയായിട്ട് ഇട്ട് കാണിക്കും, പിന്നെ നമ്മുടെ റിസൾട്ട് കിട്ടും, പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടും, എത്ര % പോസിറ്റീവ് എത്ര % നെഗറ്റീവ് എന്നൊക്കെ അതുവരെ നമ്മൾ കണ്ടു ഇല്ലയോ. അപ്പോൾ അതിന് പിന്നെ ഉടനെ തന്നെ നമുക്കൊരു അടുത്ത മനുഷ്യ ജന്മം കിട്ടത്തില്ല. അതൊരു വലിയ കാര്യം നമ്മൾ ആലോചിക്കണം. അപ്പം നമ്മൾ മരിച്ചിട്ട് ഈ കണക്ക് കൂട്ടലും എടുത്തുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രസ് റിപ്പോർട്ട്, നമ്മളുടെ ഈ ജന്മത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ പിതൃലോകത്തിലിരിക്കും. പിതൃക്കളായിട്ട് പിതൃലോകത്തിൽ കുറേ നാളിരിക്കും, അവിടെ കുറേ പാഠങ്ങൾ പഠിക്കും. പിന്നെ അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലൈറ്റ് വേൾഡ് എന്നുണ്ട്, ഇഷ്ടംപോലെ അവിടെ എന്തുവാ ഈ ഭൂമിയുടെ കൂട്ട് ഒരുപാട് സ്ഥലങ്ങൾ അവിടെയും ഉണ്ട്. അപ്പം അവിടെ പോയി ഈ ലൈറ്റ് വേൾഡിൽ കുറേ നാളിരിക്കാം, അവിടെയും കുറേ പാഠങ്ങൾ പഠിക്കാം. പിന്നെ അവിടെ സ്കൂൾസ് ഉണ്ട്, ലൈബ്രറീസ് ഉണ്ട്. അവിടെ സ്കൂളുകളിൽ നമ്മളെ പഠിപ്പിക്കാൻ നമ്മളെക്കാട്ടിലും ഉയർന്ന തരത്തിലുള്ള ആത്മാക്കളുണ്ട്. അവിടെയും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം പൊതുവെ അവർ പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ ഒരുപാട് ആത്മാക്കൾ ഈ മനുഷ്യ ജന്മം എടുക്കാൻ വേണ്ടി അവിടെ വലിയ ഒരു ക്യൂ ആണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ രഹസ്യം എന്തുവാന്ന് വെച്ചാൽ മലയാളത്തിലൊന്ന് പറയും, താഴെ വന്നാലേ സമ്മാനമുള്ളൂ ഒന്ന്. അതുപോലെ ഈ ഭൂമിയിൽ വന്നാലേ, ഭൂമിയിൽ മനുഷ്യജന്മം എടുത്താൽ മാത്രമേ നമ്മുടെ ഈ സഞ്ചിത കർമാവിനെ കണക്ക് തീർക്കാൻ ഒക്കത്തുള്ളൂ. ബാലൻസ് അല്ല, കണക്ക് തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സഞ്ചിത കർമ്മ കുറേ കൊണ്ടുകൊണ്ടാണ് നമ്മൾ മേളിൽ പോയിരിക്കുന്നത്. അപ്പോൾ ആ കർമ്മയിൽ അപ്പം ഈ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടല്ലോ, അപ്പം ഒരുപാട് ആത്മാക്കൾ അവിടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുവാണ്, കാത്തു കെട്ടി നിൽക്കുവാണ്. എപ്പം അവർക്ക് ഒരു ജന്മം എടുത്ത് ഈ ഭൂമിയിൽ വന്ന് അവരുടെ സഞ്ചിത കർമാവിൻ്റെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാം. അതായത് അവർ ചെയ്ത പോസിറ്റീവിനെ സുഖിക്കാനും നെഗറ്റീവിനെ കഷ്ടപ്പെടാനും ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടിയ പോസിറ്റീവ് നെഗറ്റീവ് കർമ്മ വേറെ എവിടെയും പോയി കണക്ക് തീർക്കാൻ ഒക്കത്തില്ല. വീണ്ടും ഭൂമിക്ക് വന്നാൽ മാത്രമേ നമ്മൾ ഇതിനെ അനുഭവിച്ച് തീർക്കാനൊക്കത്തുള്ളൂ. അനുഭവം എന്ന് പറയുമ്പം അത് നല്ലതും ആയിരിക്കാം, ചീത്തയും ആയിരിക്കാം, കഷ്ടപ്പാടുകളായിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരുപാട് പേര് ഇപ്പം വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. ശരി, ഒരു ആത്മായ്ക്ക് അതിൻ്റെ ടേൺ വന്നു, ഭൂമിയിൽ വന്ന് ജനിക്കാനുള്ള ടേൺ കിട്ടി, അതിൻ്റെ സമയം അടുത്തു. അപ്പോൾ എന്തോ ചെയ്യും, അവിടെ ഉള്ള വലിയ ഉയർന്ന തളത്തിലുള്ള വേറെ ആത്മാക്കൾ, അവിടെയും നമുക്ക് ടീച്ചേഴ്സുണ്ട്, നമുക്ക് ഗുരുക്കന്മാരുണ്ട്. അവർക്ക് സ്പിരിറ്റ് ഗൈഡ്സ് എന്ന് പറയും. നമ്മളെ വഴി നടത്താനുള്ള ഒരുപാട് സ്പിരിറ്റ്സ് ഉണ്ട്, ആത്മാക്കളുണ്ട്. അപ്പം അവരുടെ കൂടെ നമ്മുടെ അതായത് ഭൂമിക്ക് വരാൻ തയ്യാറായിട്ടുള്ള ആ ആത്മാ ഈ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ കൂടെ ഡിസ്കഷൻ നടത്തും. അതിൻ്റെ പേരാണ് സോൾ പ്ലാനിങ്. അപ്പോൾ ഈ സോൾ പ്ലാനിങ്ങിൽ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കയ്യിലുണ്ടല്ലോ. ഓക്കെ, ഇപ്പം ഈ കഴിഞ്ഞ ജന്മത്തെ പ്രോഗ്രസ് റിപ്പോർട്ടുണ്ട്, അതല്ലാതെ സഞ്ചിത കർമ്മ കുറേ ഉണ്ട്. അപ്പം ഈ സോൾ പ്ലാനിങ്ങിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഓക്കെ, എൻ്റെ കണക്കിൽ നമ്മൾ പോസിറ്റീവായിട്ടേ എടുക്കാം. 75% ഞാൻ പോസിറ്റീവ് കർമാസ് ഉണ്ട്, പുണ്യകാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. 25% ഞാൻ ചീത്തയും ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം 25-75 സഞ്ചിത കർമ്മ. ഈ സഞ്ചിത കർമ്മയിൽ അതായത് ആ ജന്മത്തിൽ ചെയ്ത കർമ്മ അല്ല, ഈ സഞ്ചിത കർമ്മയിൽ ചേരും. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഇത്രയും ഇതിൽ 25:75, 25 ബാഡ് കർമ്മ, 75 ഗുഡ് കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോൾ പ്ലാനിങ്ങിൽ ഈ മൊത്തം ഈ 25-75 മൊത്തവും ഒരേ ജന്മത്തിൽ തീർക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ നേരത്തെ കണ്ടു. അപ്പം എത്ര ഈ ജന്മത്ത് തീർക്കാൻ പറ്റും, എത്ര കർമ്മയെ ഈ ജന്മത്ത് കണക്ക് തീർക്കാൻ പറ്റും എന്നുള്ള സോൾ പ്ലാനിങ് അവിടെ നടക്കും.
മനസ്സിലായോ? അങ്ങനെ സോൾ പ്ലാനിങ് നടക്കുമ്പം ഓക്കെ, ഈ സഞ്ചിത കർമ്മയിൽ 25% നെഗറ്റീവ് ഉണ്ടല്ലോ, അതിൽ 10% നെഗറ്റീവ് ഈ ജന്മത്ത് ഞാൻ കണക്ക് തീർക്കാം. ഈ 75% ഉണ്ടല്ലോ, അതിൽ സോൾ പറയും, കഴിഞ്ഞ ജന്മം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് കുറച്ച് സുഖിക്കണം, അതുകൊണ്ട് അതിലൊരു ഒരു 50% ഞാൻ ഈ ജന്മം ഞാൻ സുഖിക്കാൻ തന്നെ പോന്നു എന്ന് പറഞ്ഞ് സോൾ പ്ലാനിങ് ചെയ്ത്, അപ്പം 25% നെഗറ്റീവ് കർമ്മയിൽ 10% എടുത്തുകൊണ്ട് വരുന്നു, ഈ 75%-ൽ 50% എടുത്തുകൊണ്ട് വരുന്നു. ഇത് രണ്ടും നെയ് എടുത്തുകൊണ്ട് ഈ ജന്മത്ത് വരും. അങ്ങനെ സോൾ പ്ലാനിങ് ചെയ്യുമ്പോഴാണ് ഇത്രയും, അപ്പം 50% സുഖിക്കാനാണ് വരുന്നത്, 10% കഷ്ടവും പെടും. അങ്ങനെ ഉള്ളപ്പം ഈ 50% സുഖിക്കാനുള്ള സാഹചര്യങ്ങൾ ഉള്ള കുടുംബത്തിൽ അതിന് ഏറ്റ പോലെ ഒരു അമ്മയും അച്ഛനെയും തിരഞ്ഞെടുത്ത് ആ അമ്മയുടെ വയറ്റിലായിരിക്കും ആ കരുമുട്ട വളർന്ന് വരുമ്പം ഈ ആത്മാ കയറി വരുന്നത്. മനസ്സിലായോ? അപ്പം സഞ്ചിത കർമ്മ എന്ന് പറയുന്നത് മൊത്തമുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അതിൽ ഈ ജന്മത്ത് അതിൽ എത്ര ശതമാനം തീർക്കാൻ പറ്റുമെന്ന് നമ്മളായിട്ട് തീരുമാനിച്ച് നമ്മളതിനെ ഡിസൈഡ് ചെയ്ത് അതിനേറ്റ പോലുള്ള സാഹചര്യമുള്ള കുടുംബത്തിൽ നമ്മൾ വന്ന് ആ ആത്മാവ് വന്ന് ജനിക്കും. അപ്പം 50% സുഖിക്കും. നമ്മളിപ്പോഴും കാണുന്നുണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, ചിലർക്ക് എല്ലാം ഈസ് ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ എന്ന് പറയും. അതായത് എല്ലാവർക്കും നല്ലതാണ്, നല്ല സ്കൂളിൽ പഠിക്കും, നല്ല അമ്മയച്ഛനും, നല്ല പണം, നല്ല വസതി, നല്ല സുഖ സൗകര്യങ്ങൾ, നല്ല പഠിത്തം, നല്ല ഫുഡ്, നല്ല ഡ്രസ്സ്, അതിന് പിന്നെ അത് വലുതായാലും നല്ല സ്ഥലത്ത് കല്യാണം, നല്ല ജോലി, നല്ല പേര്, നല്ല പുകഴ്, നല്ല കീർത്തി, അങ്ങനെ എല്ലാം കൊണ്ടും മുക്കാലും തികഞ്ഞത്. പക്ഷേ അതിനും ഈ 50% ഇതൊക്കെ. ബാക്കി ഇനിയൊരു 10% ഉണ്ടല്ലോ കഷ്ടം, അത് അതിൻ്റേതായിട്ടുള്ളത്. പക്ഷേ ഈ ഒരുപാട് സുഖിക്കുമ്പം ആ 10% കഷ്ടപ്പാടും കൂടെ അറിയാത്ത രീതിയിൽ അങ്ങ് പോകും. എന്നാലും കറക്റ്റായിട്ട് ഒരു നെഗറ്റീവ് കർമ്മയ്ക്ക് ഒരു കഷ്ടപ്പാട്, ഒരു പോസിറ്റീവ് കർമ്മയ്ക്ക് ഒരു നല്ലത്, അങ്ങനെയാണ് കണക്ക് കൂട്ടൽ നടക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇതാണ് സഞ്ചിത കർമ്മയിൽ നിന്ന് ഒരു ജന്മത്ത് നമ്മൾ ഇത്രയും ഞാൻ അനുഭവിച്ച് തീർക്കും എന്നുണ്ട് കണക്കെടുത്തുകൊണ്ട് വരുന്നില്ല. എത്ര % നമ്മൾ എടുത്തുകൊണ്ട് വരുന്നോ അതാണ് പ്രാരാബ്ധ കർമ്മ. അതിലാണ് ചിലർ ഈ ജന്മത്ത് നമ്മളെ ചുറ്റിയുള്ളവരെ കാണുമ്പം ചിലവർ സുഖിച്ചുകൊണ്ടിരിക്കും, ഒരു ജോലിയും ചെയ്യണ്ട, കാശുണ്ട്, 4 തലമുറയ്ക്ക് ഇരുന്ന് തിന്നാനുള്ള കാശുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം തികഞ്ഞ ഒരു ജീവിതം. നമുക്ക് വെളിയിൽ നിന്ന് കാണുമ്പോൾ അങ്ങനെ. ചിലരുണ്ട് കഷ്ടപ്പാട് എന്ന് വെച്ചാൽ ജനിച്ചപ്പം തൊട്ട് മരിക്കുന്നവരെ കഷ്ടപ്പാട്. അങ്ങനെയുള്ള ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പല 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 കഷ്ടങ്ങൾ, പൈസയ്ക്ക് കഷ്ടം, ദേഹാരോഗ്യമില്ല, മനസമാധാനമില്ല, അതല്ലാതെ ദേഹത്ത് പല കുറ്റം കുറകളുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട്. അപ്പോൾ അവരൊക്കെ ഇത്രയും നെഗറ്റീവ് കർമ്മനെ ഞാൻ ഈ ജന്മത്ത് കഴിച്ച് തീർക്കും, അനുഭവിച്ച് തീർക്കും എന്ന് എടുത്തുകൊണ്ട് വരുന്നവരാണ് കൂടുതൽ കഷ്ടപ്പെടുന്നത്. ഇപ്പം മനസ്സിലായോ എന്താ ചിലർ സുഖിക്കുന്നത്, ചിലർ എപ്പോഴും കഷ്ടപ്പെടുന്നത്, ചിലർ 50-50 ചിലർ 40-60 ചിലർ 25-75 അത് അവരവരുടെ തീർമാനമാണ്, അവരവരുടെ സോൾ പ്ലാനിങ് അനുസരിച്ചാണ് അത് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അന്നേ പറഞ്ഞേ ദൈവത്തിന് കണ്ണില്ല, അല്ലെങ്കിൽ ദൈവം ഇമ്പാർഷ്യലാണ്, ദൈവം ഒരുത്തിന് ഒരുപാട് കൊടുക്കുന്നു, എനിക്കൊന്നും തന്നില്ല, ഇങ്ങനെ ഒരു ദൈവത്തിനെയും നമ്മൾ ഇതിൽ വിളിക്കണ്ട. നമ്മൾ ചെയ്ത കർമ്മ നമുക്ക് മനസ്സിലായി. അപ്പം ഇതാണ് പ്രാരാബ്ധ കർമ്മ. അടുത്തത് ഒരു കാര്യമുണ്ട്, ആഗാമ്യ കർമ്മ. ആഗമ്യ കർമ്മ എന്ന് പറയുന്നു. ആഗാമ്യ കർമ്മ, ആഗമനം എന്ന് പറഞ്ഞാൽ സാൻസ്ക്രിറ്റിൽ വരവേൽക്കുന്നു, അതായത് ഇനി വരാൻ പോകുന്നതിനെ നമ്മൾ വരവേൽക്കുന്നു എന്നുള്ളതാണ് ആഗമനം എന്ന് പറയുന്നത്. അപ്പം ആഗാമ്യ കർമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ജന്മം എടുത്തല്ലോ, ഒരു ജന്മം എടുത്തല്ലോ, ആ ജന്മത്തിൽ ഈ ജന്മത്തിൽ നമ്മൾ ഈ 25%, 50%, 10% കണക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. അതിനു പുറമേ ഈ ജന്മത്ത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കർമ്മ. അതാണ്
ഈ പ്രസൻറ്റ് ഈ നിലവിലുള്ള ജന്മത്തിൽ നമ്മൾ പുതിയതായിട്ട് കർമാക്കൾ ചെയ്ത് കൂട്ടുന്നു. അതാണ് ആഗാമ്യ കർമ്മ. അപ്പം ഈ ജന്മം കഴിയുമ്പം ഈ ആഗാമ്യ കർമ്മ എല്ലാം ഏതിൽ പോയി ചേരും? സഞ്ചിത കർമ്മയിൽ പോയി ചേരും. ഓക്കെ, സഞ്ചിത കർമ്മയിൽ നിന്ന് അടുത്ത ജന്മം കുറച്ചെടുത്തുകൊണ്ട് വരും. പിന്നെ ആഗാമ്യ കർമ്മ, പിന്നെ സഞ്ചിത കർമ്മയിൽ പോകും, പിന്നെ അതിൽ കുറച്ചെടുത്തുകൊണ്ട് വരും. ഈ പ്രാരാബ്ധ കർമ്മയായിട്ട് കഴിക്കാൻ നോക്കും, അനുഭവിച്ച് തീർക്കാൻ നോക്കും. അങ്ങനെ ഇതാണ് പുനരഭി ജനനം, പുനരഭി മരണം. അതായത് തിരിച്ചും ജനിക്കുക മരിക്കുക. അപ്പം ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാനാണ് നമ്മൾ ഈ മുക്തി തേടി പോകുന്നത്. അപ്പം ഈ കർമാക്കളെല്ലാം ഇനിയും വേറെ കർമാക്കളുണ്ട്. ഇത് കൂടുതലായി പോന്നു. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നോക്കാം. കർമ്മയെക്കുറിച്ച് തന്നെ ഞാൻ ഒരുപാട് പറയണമെന്നുണ്ട്. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം. അതുമാത്രമല്ല, സദ്ഗുരുവിൻ്റെ കർമ്മ എന്നൊരു ബുക്ക് ഞാൻ അന്ന് കാണിച്ചില്ലേ, ആ ബുക്കിൻ്റെ റിവ്യൂവും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് ചെയ്യാം. അപ്പോൾ ഒരു 10 വീഡിയോ കർമ്മസിനെ കുറിച്ച് ആയിക്കോട്ടെ. എന്താ വെച്ചാൽ ഇത് നമുക്ക് നല്ല രീതിയിൽ പഠിക്കണം, നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയെടുക്കണം. അപ്പോഴേ നമ്മളുടെ നെഗറ്റീവ് കർമാസിനെ കുറയ്ക്കാനൊക്കത്തുള്ളൂ. അത് തന്നെ ഒരു ഷോർട്ട് കട്ട് വഴിയാണ് നമുക്ക് മുക്തി നേടാൻ. അതുകൊണ്ട് ഇതിൽ യാതൊരു ധൃതിയില്ല. നോ ഹറി, നോ വറി. നമ്മൾ സമാധാനമായിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കണം ആദ്യം. അതിന് പിന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണം. ഇംപ്ലിമെൻറ്റേഷൻ, അണ്ടർസ്റ്റാൻഡിങ്, ഇംപ്ലിമെൻറ്റേഷൻ, ഇത് രണ്ടും വേണം. എപ്പം നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നോ അപ്പോഴേ നമുക്ക് ഇതിൽ നിന്ന് മുക്തി കിട്ടത്തുള്ളൂ. മുക്തി നേടാനൊരു വഴിയാണ് ഇത്. അതുകൊണ്ട് പതുക്കെ കുറേശ്ശെ ഇരുന്ന് മനസ്സിലാക്കുക, പഠിച്ച് എടുക്കുക. ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ധാരാളമായിട്ട് കമൻസിലിടാം. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നരാടമെങ്കിലും ഞാൻ എന്തായിരുന്നാലും കമൻസ് നോക്കിയിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലിടുക. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അതിനുള്ള ഉത്തരം പറയാം. ഓക്കെ, അപ്പം ഇനിയും ഒരുപാട് കർമാക്കളെക്കുറിച്ച് നമ്മൾ നോക്കാനുണ്ട്. അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് നാളെ അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പം എൻ്റെ കൂടെ ഇരുന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാവരും കൈകോർത്ത് ഒന്നിച്ച് നമ്മൾ മുക്തി തേടി പോകുന്ന ഈ ജീവിതത്തിൽ ഇനി നമുക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ വരട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. All the best.